നമ്മളിവിടെ സൂപ്പർ അമ്മമാരെ കണ്ടു, മക്കളെ കണ്ടു. പക്ഷെ നമ്മുടെ ഈ സൂപ്പർ അമ്മമാരെ നമുക്കെല്ലാം സമ്മാനിച്ച സൂപ്പർ അമ്മ. അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ അമ്മയെ കാണണം ശ്വേതാജിക്ക് ഇല്ലേ? പിന്നെ അപ്പൊ എന്തായാലും സൂപ്പർ അമ്മയുടെയും സൂപ്പർ അമ്മ. സൂപ്പർ അമ്മ. അപ്പൊ നമ്മൾ എന്ത് പേര് പറയും? ഡബിൾ സൂപ്പർ. ഡബിൾ സൂപ്പർ അമ്മ. അപ്പൊ നമ്മുടെ ഈ വേദിയിലേക്ക് ഡബിൾ സൂപ്പർ അമ്മയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. വേറെ ആരുമല്ല, സന്ധി ചേച്ചിയുടെ അമ്മയാണ് ഇന്ന് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്യണം. ഓക്കെ? യെസ്, വരൂ, വെൽക്കം. യെസ്, അപ്പോൾ സൂപ്പർ അമ്മയും സൂപ്പർ മകളും ഡബിൾ സൂപ്പർ അമ്മയും ഈ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമസ്കാരം അമ്മേ. സുഖല്ലേ? ഇവിടെ അയ്യപ്പന്റെ ആ ഒരു ഇതിലാണ് പെർഫോമൻസിൽ വന്നത്. എന്ത് തോന്നുന്നു അമ്മേ വീണ്ടും ഈ വേദിയില്? ഇതാദ്യം മുൻകൂട്ടി ദൈവം നിശ്ചയിച്ച പോലെ തോന്നുന്നു. പിന്നെ അതങ്ങനെ തന്നെയാണല്ലോ. ഇവരുടെ ഒരു യാത്ര കാണുമ്പോ എന്താ തോന്നുന്നത്? ഇവര് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയോ? ഓ, ഇമ്പ്രൂവ് ആയോന്നോ? എനിക്ക് തന്നെ സംസാരം അതന്നെ ഒന്നാമത്. ഇപ്പം കോളേജിൽ തന്നെ ഇപ്പോൾ മൈക്കിൽ കുറിച്ച് മറ്റുള്ളവരോടെല്ലാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഉള്ളവരും പറയാൻ തുടങ്ങി, ടീച്ചേഴ്സ്. ഇപ്പൊ സന്ധ്യ ഇവിടെ വന്നതിന് ശേഷം സന്ധ്യക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ആ ടീച്ചേഴ്സും പറയാൻ തുടങ്ങി, നമുക്കും തോന്നി തുടങ്ങി. എങ്ങനെയാണ് ഇവളെ ഓപ്പോസിറ്റ്. അപ്പൊ വൈഗകുട്ടി ഈ രണ്ട് ജനറേഷന്റെ സൂപ്പർ അമ്മയും സൂപ്പർ അമ്മേന്റെയും ഇടയിലാണ് അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം വൈകിക്ക് എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് വൈകിയാണ്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു വേദി നമ്മൾ ഇവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് സൂപ്പർ അമ്മമാരെയാണ്. ഒന്ന് എൻ്റെ സൂപ്പർ അമ്മ, പിന്നെ എൻ്റെ സൂപ്പർ അമ്മയെ സൂപ്പർ അമ്മയാക്കി മാറ്റിയ എൻ്റെ അമ്മമ്മ. ഞാൻ ആദ്യം തന്നെ എൻ്റെ അമ്മയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് പറയാം. അമ്മ കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കല്യാണത്തിന് മുമ്പേയും ഇപ്പോഴും അമ്മക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് പറയട്ടെ, ഞാൻ ഇപ്പം പ്രൗഡായിട്ട് പറയും, എൻ്റെ അമ്മ സിംഗിൾ പാരൻ്റാണ്. അമ്മ ഒരു ഡിവോഴ്സിയാണ്. അമ്മക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പേ എന്താ പറയുക, അമ്മ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിരുന്നു. അമ്മയുടെ ഡ്രീംസൊന്നും അമ്മ വേണ്ടാന്ന് വെച്ചിട്ട് ഫുൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഫുൾ ചെയ്തത്. പെട്ടെന്ന് ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് വന്നു. അത് ഏതൊരു സ്ത്രീക്കും അത് ഓവർകം ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ ഒരു ടൈമിൽ അമ്മേനെ കൂടെ ചേർത്ത് പിടിച്ചത് അമ്മമ്മയാണ്. അമ്മമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അമ്മ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല. കാരണം ആ ഒരു ടൈമിൽ, ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് അമ്മ ഫുൾ ഡിപ്രഷനായിരുന്നു. സാധാരണ ഇങ്ങനത്തെ ഒരു ഡിവോഴ്സ് കേസസ് ഒക്കെ നടക്കുമ്പോൾ പൊതുവേ അമ്മമാർ കുറ്റപ്പെടുത്തും മക്കളെ. പക്ഷേ അമ്മമ്മ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അമ്മേനെ കുറ്റപ്പെടുത്തിയത്. പക്ഷെ ചിലപ്പോഴൊക്കെ അമ്മ എന്താ പറയുക, ഒരു മുറിയിലിരുന്ന് കരയാറുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അമ്മമ്മയുടെ അടുത്ത് ഒരിക്കൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനായിരുന്നു ഒരു അന്വേഷിക്കാതെ അമ്മേനെ ഇങ്ങനത്തെ ഒരു മാരേജിലേക്ക് വിട്ടത് എന്നുള്ളത്. ആ ടൈമിൽ അമ്മമ്മ പറഞ്ഞത് ദൈവം വിധിച്ച പോലെ വരുള്ളൂ. ഇപ്പം നമുക്കൊരു കമ്പാനിയൻ വേണ്ട എന്ന് തോന്നിയതിൻ്റെ ഒരു ബിഗ് റീസൺ അമ്മമ്മ തന്നെയാണ്. കാരണം ഒരിക്കലും കഴിവിടാതെ, ഒന്നും തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് അമ്മമ്മ തന്നെയാണ്. മക്കൾക്കൊരു പ്രശ്നം വരുമ്പം കൂടെ എപ്പോഴും അമ്മമാരെ ഉണ്ടാകുള്ളൂ എന്ന് ഒരു തെളിവ്, ഒരു ബിഗ് എക്സാമ്പിൾ അമ്മമ്മ തന്നെയാണ്. ഞാൻ ഇപ്പവും പറയുന്നു, അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനേക്കാളും സ്നേഹം എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, എൻ്റെ അമ്മമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ സൂപ്പർ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് ഗിഫ്റ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സൂപ്പർ അമ്മയെ ഒരു സൂപ്പർ അമ്മയാക്കി മാറ്റിയ എൻ്റെ അമ്മമ്മക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇവൾ ഇത്രയും സമയം എനിക്ക് പറയാൻ പറ്റൂല, ഇത്രയും ഒക്കെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുമ്പം ശരിക്കും ഐ എം പ്രൗഡ് ഓഫ് മൈ ഡോട്ടർ. ആൻഡ് കാരണം എനിക്ക് ഇങ്ങനെ ഈ ഒരു മകളും എൻ്റെ ഒരു അമ്മയും പിന്നെ അച്ഛൻ മരിച്ചുപോയി ഏട്ടന്മാരൊക്കെ ഉള്ളത് കാരണമായിരിക്കണം ഞാനൊരു ഡിപ്രഷൻ
ഉള്ള സ്റ്റേജിൽ നിന്ന് ഇന്ന് ഈ ഒരു ലെവലിലെത്തിയത്. പിന്നെ ഒരു എൻ്റെ ലൈഫിലെ ഫുൾ ഞാനൊക്കെയുള്ള എൻ്റെ ആക്ടിവിറ്റീസ് മെയിൻ എൻ്റെ ഡാൻസ് ചെലങ്ക വരെ എനിക്ക് നമ്മൾ നമ്മളുടെ ലൈഫിനെ പറ്റി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് വാക്കുകൾ കിട്ടില്ല. പക്ഷെ വൈഗ നന്നായിട്ട് ഓരോരോ സാധനം ഓരോരോ ഇൻസിഡൻറ്റ് ബ്യൂട്ടിഫുള്ളി അത് നന്നായിട്ട് രണ്ടാളെയും ബാലൻസ് ചെയ്തു. ബ്യൂട്ടിഫുൾ, വെരി വെരി ബ്യൂട്ടിഫുൾ, നന്നായി പറഞ്ഞു. സൂപ്പർ. അപ്പം ഈ ഒരു ഫാമിലിയെ കുറച്ചും കൂടി അടുത്ത് പരിചയപ്പെടാൻ നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടിയ ഒരു അവസരമാണിത്. താങ്ക് യു സോ മച്ച് അമ്മ. ഇനിയും നമ്മുടെ വേദിയിൽ വരണം.